എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് ന്യൂട്രീഷനിസ്റ്റുകളുടെ ഇടയിലും ഹെൽത്ത് എക്സ്പേർട്ടുകളുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യം ചിയ സീഡിനെ കുറിച്ചാണ്. ചിയ സീഡിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഏറ്റവും ആദ്യം അതിൻ്റെ പോഷണ സമ്പുഷ്ടത തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒത്തിരി omega-3 ആയാലും അല്ലെങ്കിൽ ഫൈബർ, നാരുകളുടെ കണ്ടൻ്റ് ആയാലും ആൻറ്റി ഓക്സിഡൻറ്റുകളായാലും മിനറൽസ് ആയാലും ഒക്കെ ധാരാളമായിട്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. 100 ഗ്രാം ചിയ സീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 486 കാലറിയോളം ഊർജ്ജം നമുക്ക് ലഭിക്കും. അതിനകത്ത് ഏകദേശം 16.5 ഗ്രാമോളം തന്നെ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാംസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ 30.7 ഗ്രാമോളം അതിനകത്ത് ഫാറ്റ് ഉണ്ട്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നാരുകൾ ധാരാളം, ഏകദേശം 34.4 ഗ്രാമോളം നാരുകൾ, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വളരെ മൈക്രോ മിനറൽസായ കാൽഷ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക് ഇതൊക്കെ ധാരാളം ഇതിനകത്ത്. ഉദാഹരണത്തിന് ഇപ്പോൾ കാൽഷ്യം 631 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം ആണ് 335 മില്ലിഗ്രാമോളം ഉണ്ട്, പൊട്ടാഷ്യം 407 മില്ലിഗ്രാം ഉണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ഇത്രയും മാത്രം പോഷണ സമ്പുഷ്ടമായിട്ടുള്ള മറ്റൊരു സീഡ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിന് ധാരാളം പോഷണ സമ്പുഷ്ടമായ ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഇതൊരു വളരെ നമ്മുടെ ദഹന വ്യവസ്ഥയെ വളരെയധികം സഹായിക്കുന്നൊരു ഘടകമാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ്, പ്രത്യേകിച്ച് സോളിബിൾ ഫൈബർ വിഭാഗത്തിൽപ്പെട്ട ഫൈബറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ നല്ല ബാക്ടീരിയകൾക്ക് നല്ല വളമായിട്ട് മാറുകയും നല്ല ബാക്ടീരിയകൾ തഴച്ചു വളരുകയും അത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ദഹനമായാലും ആഗിരണമായാലും വിസർജനമായാലും അത് സഹായിക്കുകയും ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന് ഒരു വലിയ പരിധിവരെ വിമുക്തി നേടിത്തരാൻ വേണ്ടിയിട്ടും ഈ ചിയ സീഡിന് അഭേദ്യമായിട്ടുള്ള ഒരു കഴിവുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഹൃദയാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് omega-3 കണ്ടൻ്റ് ഉണ്ട്. മറ്റ് മത്സ്യത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറവാണെങ്കിൽ പോലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യത്തിനുള്ള omega-3 ആക്കി ഇതിനകത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. omega-3 നമുക്കറിയുന്ന പോലെ എപ്പോഴും ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാവുന്ന ഏത് ഇൻഫ്ലമേഷൻസിനെയും ഇത് കുറച്ച് കൊണ്ടുവരും. പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് omega-3 പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ചിയ സീഡ് കൃത്യമായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം കൂടിയാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സോളിബിൾ ഫൈബറാണ്. ഈ സോളിബിൾ ഫൈബർ ആയതുകൊണ്ട് ഇതൊരു ഫില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും അതുവഴി ഫുഡ് ക്രേവിങ് കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും അത് മുഖാന്തരം നമുക്ക് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നത് കൊണ്ട് അമിതമായിട്ടുള്ള വണ്ണം കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൊണ്ട് ഇത് പ്രോബയോട്ടിക്സുകളുടെ, നല്ല ബാക്ടീരിയകളുടെ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗട്ട് ബാക്ടീരിയയും ഒബേസിറ്റിയും തമ്മിലും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ നല്ല ബാക്ടീരിയ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ അമിതവണ്ണത്തിൻ്റെ മാനേജ്മെൻറ്റിനും ചിയ സീഡ് ഒത്തിരി സഹായിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റാണ്, പ്രമേഹ രോഗത്തിൻ്റെ മാനേജ്മെൻറ്റാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ, അന്നജത്തിനെ വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി മാനസികമായിട്ട് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് വർത്തിക്കാൻ വേണ്ടി ഈ ചിയ സീഡിന് കഴിയും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും വളരെയധികം ഒരു സപ്പോർട്ട് ചിയ സീഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലുകളുടെ ഫലം, പ്രത്യേകിച്ച് എല്ലുകളുടെ ഓസ്റ്റിയോപോറോസിസോ അല്ലെങ്കിൽ തേയ്മാനമോ ഒക്കെ വളരെ വലിയ തോതിൽ ചെറുക്കാൻ വേണ്ടിയിട്ടും ചിയ സീഡിൻ്റെ റെഗുലറായിട്ടുള്ള ഉപയോഗം കൊണ്ട് സാധിക്കും. കാരണം ഇതിനകത്ത് മാഗ്നീഷ്യം ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ കൃത്യമായ അനുപാതത്തിൽ അടങ്ങിയിട്ടുള്ളൊരു ഘടകം കൂടിയാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. ഇനി വളരെ വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഹൈഡ്രേഷൻ എഫക്റ്റാണ്, അല്ലെങ്കിൽ ജലാംശം സൂക്ഷിച്ചു വെക്കാനുള്ള ഇതിൻ്റെ ഒരു കഴിവാണ്.
ശരീരത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ എത്രയാണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ 10 തൊട്ട് 12 മടങ്ങോളം അധികം വെള്ളത്തെ അത് സ്വീകരിച്ച് വെക്കാൻ വേണ്ടി ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് വർത്തിക്കാനും ചിയ സീഡിന് കഴിയും. ഇനി എല്ലാവർക്കും എപ്പോഴും ചിയ സീഡ് കഴിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചില കണ്ടീഷൻസിൽ ഈ ചിയ സീഡ് അത്ര നല്ലതായിട്ട് കാണാറില്ല. പ്രധാനമായിട്ട് വളരെ വലിയ ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ള, ദഹന സംബന്ധമായ വലിയ പ്രശ്നമുള്ള ആൾക്കാർ, ചിലർക്കെങ്കിലും ഇത് ആവശ്യത്തിലധികം കഴിച്ചു കഴിഞ്ഞാൽ, മോഡറേറ്റ്ലി കഴിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല, കുറേയൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം, വയറ് വീർത്ത് വരുന്നൊരു പ്രശ്നം ഉണ്ടാക്കാം, ഏമ്പക്കവും കിഴിവായും ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അപൂർവം ചിലർക്കൊക്കെ വയറിളക്കം ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമ്മൾ ആവശ്യത്തിലധികം ചിയ സീഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ അളവ് കുറയ്ക്കുക. മറ്റൊന്ന്, ആവശ്യത്തിനുള്ള ജലാംശം നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൃത്യമായ ഈ ചിയ സീഡ് കഴിക്കുമ്പോൾ കൃത്യമായ അളവിൽ വെള്ളം അകത്തേക്ക് കൊടുക്കേണ്ടതും ആവശ്യം തന്നെയാണ്. മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ചില അലർജി കണ്ടീഷൻസിലും ചിയ സീഡ് അത്ര നല്ലതായിട്ട് കാണാറില്ല. ഉദാഹരണത്തിന് സ്കിൻ അലർജി, ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, ചിലവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ട്രിഗർ ആവാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇതിനകത്ത് ധാരാളമായിട്ടുള്ള പല പ്രോട്ടീൻസുകളുമുണ്ട്. എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നിറഞ്ഞ ഒരു വലിയ ഒരു പ്രോട്ടീൻ്റെ കൂമ്പാരം കൂടിയാണ് ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ചില തരം പ്രോട്ടീനുകളാണ് ഈ പറയുന്ന അലർജി കണ്ടീഷൻസിനൊക്കെ ട്രിഗർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കഴിക്കുമ്പോൾ അലർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച GI അപ്സെറ്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റ്, ദഹന വ്യവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ വേണ്ടി പാടില്ല. സാധാരണയായിട്ട് ഈ ചിലവർക്കൊക്കെ ഭക്ഷണം ഇറക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ചില ഭക്ഷണമൊക്കെ പെട്ടെന്ന് തൊണ്ടയ്ക്ക് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെയുള്ള അവസ്ഥയുള്ള ആൾക്കാർ, നമ്മളതിനെ ചോക്കിംഗ് ഹസാർഡ് എന്നാണ് പറയുക. അപ്പോൾ ഈ ചോക്കിംഗ് ഹസാർഡ് പ്രശ്നമുള്ള ആൾക്കാർ, അത് ചിയ സീഡ് ഇങ്ങനെ ഒരു ചോക്കിംഗ് ഹസാർഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ധാരാളം വെള്ളത്തിൽ അത് കുതിർത്തിട്ടൊക്കെ കഴിക്കുന്നതായിട്ട് സാവകാശം കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് ചോക്കിംഗ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ശ്വാസം മുട്ട് പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡ്രൈ ചിയ സീഡ്, ഇത്തരം പ്രശ്നമുള്ള ആൾക്കാർ ഡ്രൈ ആയിട്ടുള്ള ഉണക്ക ചിയ സീഡ് കഴിക്കരുത്. അത് അല്പം ഹൈഡ്രേഷൻ ചെയ്തിട്ട് തന്നെ, അല്ലെങ്കിൽ വെള്ളമായിട്ട് ചേർത്തിട്ട് തന്നെ, അല്ലെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിനകത്ത് ഒമേഗ 3 ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒമേഗ 3ക്ക് ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടിയുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള ബ്ലഡ് തിന്നറൊന്നും അല്ലെങ്കിലും സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഡ് തിന്നറാണിത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിനും കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് അത്യുത്തമമാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബ്ലഡ് തിന്നിങ് എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന രോഗികൾ അവരുടെ ഡോക്ടർമാരുമായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഈ ചിയ സീഡ് കഴിക്കുക. വല്ലപ്പോഴും മാത്രം അല്പം കഴിച്ചതുകൊണ്ട് വലിയ തകരാറുണ്ട് എന്നല്ല പറയുന്നത്. സ്ഥിരമായിട്ട് കുറച്ച് ലാർജർ ക്വാണ്ടിറ്റിയിലേക്ക് കഴിക്കുന്ന ആൾക്കാർ ബ്ലഡ് തിന്നേഴ്സായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏതെല്ലാം രീതിയിൽ നമുക്കിത് കൺസ്യൂം ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപകമായിട്ട് ഏറ്റവും നല്ലത് ഏകദേശം ഒരു 30 മിനിറ്റോളം നേരത്തേക്ക് ഇത് കുതിർത്ത് വെക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു രീതി എന്ന് പറയുന്നത് സ്മൂത്തീസ് ആയിട്ട് ഉപയോഗിക്കാം. തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോരിലോ തൈരിലോ ഒക്കെ ഇത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പല തരത്തിൽപ്പെട്ട ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഇത് പല തരത്തിൽപ്പെട്ട സ്മൂത്തീസായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. പുഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ പാലാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ അത്ര പലപ്പോഴും പാലും ചിയ സീഡും ചേർന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും ഗട്ട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. പാൽ കൊണ്ടുണ്ടാക്കുന്ന മറ്റ് കേഫർ പോലെയുള്ള അല്ലെങ്കിൽ തൈരോ മോരോ പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള സ്വീറ്റ്നെസ് ആഡ് ചെയ്യാം. ഡേറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അല്പം ഫ്രിഡ്ജിലൊക്കെ റെഫ്രിജറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചിയ സീഡ് കഴിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് പരിഗണിക്കാം. മറ്റൊന്ന് ബേക്കിങ്സ് ആണ്. പല രീതിയിലുള്ള, ഇപ്പോൾ അത് മഫിൻസ് ആയാലും ബ്രെഡ് ആയാലും കുക്കീസ് ആയാലും അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ കുറച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് സഹായകരമാണ്.
മറ്റത് പലതരത്തിലുള്ള സാലഡിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാലഡ്, ഏത് സാലഡിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു കാര്യം തന്നെയാണ് ചിയാ സീഡ്. മറ്റൊന്ന്, നിങ്ങളുണ്ടാക്കുന്ന സൂപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ അകത്തൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എനർജി ബാർസൊക്കെ ആയിട്ട് ഇത് ലഭ്യമാണ്. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് കിട്ടുന്ന എനർജി ബാർസായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ഒരു ബോഡിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യ കാലത്തൊക്കെ ഒറ്റ സ്പൂണ് മാത്രം ഉപയോഗിക്കുക. ഒരു സ്പൂണ് ഏകദേശം 30 മിനിറ്റോളം കുതിർത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. വളരെ ഗ്രാജുവലി അത് നിങ്ങൾക്ക് 1.5-2 സ്പൂണൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഒരു ദിവസം ആവറേജ് 2 സ്പൂൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2-2.5 സ്പൂണിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നോർമലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ചിയാ സീഡ് എന്ന് പറയുന്ന നമ്മൾ വളരെ ലാഘവത്തോട് കാണുന്ന ഈ സീഡിന് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിവുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചിയാ സീഡ് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.